എൻ്റെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നല്ല ഉറക്കം വന്നിരിക്കുക. വേറെ ഒന്നുമല്ല, ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്കാണ് വന്നത്. നമ്മുടെ അമ്പലത്തിൽ ലാസ്റ്റ് ദിവസമായിരുന്നു ഗരുഡൻ തൂക്കമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഗരുഡൻ തൂക്കം അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്കം വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അരയങ്കാവ് അമ്പലത്തിലാണ് കേട്ടോ. പക്ഷേ ഇത് അരയങ്കാവല്ല, ഇത് കൂട്ടേക്കാവ് അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ ഗരുഡൻ തൂക്കം കാണാൻ വേണ്ടി ഞാനും എനിക്കൊണ്ടുകൂടി വന്നതാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആൾക്കാർ അമ്പലത്തേക്ക് വരുന്നേ ഉള്ളൂ. അങ്ങനെ നോക്കി ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഗരുഡൻ തൂക്കം അമ്പലത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് 12 പറഞ്ഞത്, ഇത് 1 മണി 1:30 ആയിട്ടാണ് വന്നത്. കാരണം ഞങ്ങൾ പോവാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പിറ്റേ ദിവസം ജോലിക്ക് പോകണം, 2 പേർക്കും ജോലിക്ക് പോകണം. അപ്പോൾ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉറക്കം ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗരുഡൻ തൂക്കം ഞാൻ ഒരു പൈറ്റനെ കണ്ടിരിക്കുന്നത്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ കലകൾ പഠിക്കില്ല, അതുപോലെ ഒരു കല തന്നെ ഇത് അവർ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നല്ലോണം പ്രാക്ടീസ് ഉണ്ട്. ഇത് കണ്ടോ, കറക്കം കണ്ടോ, ഒത്തിരി രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത് നല്ല എഫേർട്ട് എടുത്ത് അവർ ചെയ്യണം. നമുക്ക് കാണുമ്പോൾ കറങ്ങുന്ന സിമ്പിൾ, പക്ഷേ അവർക്ക് നല്ല പ്രാക്ടീസും നല്ല ബാലൻസും നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗരുഡൻ തൂക്കം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത് തന്നെ നമ്മുടെ അരയങ്കാവ് അമ്പലത്തിൽ ഇതുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ വന്നാൽ കാണാൻ പറ്റും. കാരണം ഇത് വീടുകളിലൊക്കെ വഴിപാടായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഓരോ വീട്ടിൽ ഓരോരുത്തർ ഓരോ വർഷം നേർന്നിട്ട് അവരുടെ വീട്ടിലത് കളിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അമ്പലത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യമൊക്കെ ഉണ്ട്. ഗരുഡൻ തൂക്കം നടത്തുന്നതിൻ്റെയും എന്തിനാണ് നടത്തുന്നതിൻ്റെയൊക്കെ ഒരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഒരു കാര്യം മുഴുവൻ അറിയില്ലെങ്കിൽ അത് വെറുതെ പറഞ്ഞ് ഇതാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അന്വേഷിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ പോരാറായപ്പോൾ ഏകദേശം എനിക്കൊന്ന് 3 ഗരുഡൻ തൂക്കം വന്നിട്ടോ. 3 ഗരുഡൻ തൂക്കം 3 വീട്ടിൽ നിന്ന് ഉള്ള ഗരുഡൻ തൂക്കം അവിടെ എത്തിയിട്ടുണ്ട്. കുറേ ഉണ്ടാവും, ഏകദേശം ഒരു 10-15 ഇവിടെ ഉണ്ടാവും. പക്ഷേ അരയങ്കാവ് അമ്പലത്തിൽ എനിക്ക് തോന്നുന്നു 100ൻ്റെ അടുത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഗരുഡൻ തൂക്കം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നോളൂ. അത് അടുത്ത മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ 1 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.